ടെക് വാർത്തകൾ. 2030 ഇലക്ട്രിക് വാഹന വിൽപ്പന പ്രതിവർഷം 1 കോടിയായി ഉയരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 5 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി. ഡൽഹിയിൽ വാഹന നിർമ്മാതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. ഭാവിയിൽ ലോകത്തെ 1-ാം നമ്പർ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബ് ആയി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. 6 വർഷത്തിനകം ഇന്ത്യയുടെ EV വിപണി 20 ലക്ഷം കോടിയാവും. ഫിനാൻസ് മാർക്കറ്റ് 4 ലക്ഷം കോടിയായി ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 30 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 56% ഇരുചക്ര വാഹനങ്ങളാണെന്ന് ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI വോയിസ് ക്ലോണുകൾ, ഡീപ് ഫേക്കുകൾ എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന ടൂളുമായി യൂട്യൂബ്. AI വോയിസ് ക്ലോണുകളുടെയും ഡീപ് ഫേക്കുകളെയും കണ്ടെത്താനും നിയന്ത്രിക്കാനും ഇവ സഹായിക്കും. AI ജനറേറ്റഡ് വോക്കലുകളും ഡീപ് ഫേക്കുകളും സ്വയമേ കണ്ടെത്താനും നിയന്ത്രിക്കാനും യൂട്യൂബർമാർക്ക് ഉപയോഗിക്കാനാകുന്ന പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം യൂട്യൂബ് സിന്തറ്റിക് സിംഗിൾ ID ടൂൾ യൂട്യൂബ് ടൂളായ കണ്ടന്റ് IDയുടെ ഭാഗമായിരിക്കും. ഇതിലൂടെ കണ്ടന്റിന്റെ അവകാശം ക്ലെയിം ചെയ്യാനും പുനരുപയോഗത്തിനായി ലൈസൻസ് നൽകാനും ക്രിയേറ്റേഴ്സിന് കഴിയും. അല്ലാത്തപക്ഷം ആരെങ്കിലും തങ്ങളുടെ കണ്ടന്റ് ഉപയോഗിക്കുന്നത് കണ്ടെത്താനും അത് നീക്കം ചെയ്യാനും കഴിയും. ജനറേറ്റീവ് AI ടൂളുകൾ വഴി ഒറിജിനലിനെ വെല്ലുന്ന കണ്ടന്റുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് യൂട്യൂബിന്റെ ഈ നീക്കം. അതും ചില കണ്ടന്റുകൾ സിനിമാ താരങ്ങളുടെയും പിന്നണി ഗായകരുടെയും പ്രശസ്തരായ യൂട്യൂബേഴ്സിന്റെയും ഡീഫേക്കുകൾ, ശബ്ദം എന്നിങ്ങനെ ഉപയോഗിക്കുന്നതും ഈ നടപടിക്ക് പിന്നിലെ കാരണമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന്റെ പുതിയ iPhone 16 സീരീസ് പുറത്തിറക്കി. സെപ്റ്റംബർ 20 മുതൽ സ്റ്റോറുകളിൽ ഫോണുകൾ ലഭ്യമാകും. പ്രീ ഓർഡറുകൾ സെപ്റ്റംബർ 13 ആരംഭിക്കും. iPhone 16, iPhone 16 Plus, iPhone 16 Pro, iPhone 16 Pro Max എന്നിവയാണ് അവതരിപ്പിച്ച പ്രധാന മോഡലുകൾ. ആപ്പിൾ ഈ വർഷം പരിചയപ്പെടുത്തിയ പ്രീമിയം സീരീസിലെ താരതമ്യേന വില കുറഞ്ഞ മോഡലുകളാണ് iPhone 16, iPhone 16 Plus എന്നിവ. ഈ മോഡലുകളുടെ പ്രത്യേകത ആപ്പിളിന്റെ സ്വന്തം AI കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള ഇതുവരെ ഇറങ്ങിയിരിക്കുന്നതിലേക്ക് വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഫോൺ എന്നതാണ്. ആപ്പിൾ ഇന്റലിജൻസ് എന്ന പേരിലായിരിക്കും ഓൺ ഡിവൈസ് AI പ്രവർത്തിക്കുക. വില കൂടുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായിട്ട് പോലും നേരത്തെ പുറത്തിറങ്ങിയ iPhone 15 Proയേക്കാളും iPhone 15 Pro Maxനേക്കാളും വില കുറവാണ് പുതിയ ഐഫോൺ മോഡലുകൾക്ക്. 128 GB iPhone 16 Proയുടെ വില ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1,19,900 മുതലാണ്. ഇതേ മോഡലിന് iPhone 15 Proയിൽ 1,34,900 രൂപയായിരുന്നു. അതുപോലെ iPhone 16 Pro Maxന് 1,44,900 രൂപയാണ് ഇന്ത്യയിലെ വില. ഏറ്റവും ഉയർന്ന വേർഷനായ 1TB iPhone 15 Pro Maxന് 1,99,900 രൂപയാണെങ്കിൽ iPhone 16 Pro Maxന് 1,84,900 രൂപയാണ് വില. ഇങ്ങനെ എല്ലാ പുതിയ ഐഫോൺ മോഡലുകൾക്കും സമാനമായ പഴയ മോഡലിനേക്കാൾ 15,000 രൂപ കുറവുണ്ട്. ആപ്പിൾ ഇവന്റിന് ശേഷം iPhone 15, iPhone 15 Plus എന്നിവയ്ക്ക് ഏകദേശം 10,000 രൂപ വരെ വിലക്കുറവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടാറ്റ ടെക്നോളജീസിന്റെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറായി ജീന ബിനോയിയെ നിയമിച്ചു. നിലവിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ടീമിന്റെ ഭാഗമാണ് ബിനോയ്. നിലവിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ടീമിന്റെ ഭാഗമാണ് ജീന ബിനോയ്. കൂടാതെ കമ്പനിയുടെ ഡിജിറ്റൽ എന്റർപ്രൈസസ് സൊല്യൂഷനുകളുടെ ഗ്ലോബൽ ഡെലിവറി വിഭാഗത്തിന്റെ ചുമതലയും ബിനോയ്ക്കാണ്. പുതിയ റോളിൽ കമ്പനിയുടെ നവീകരണം ഉൾപ്പെടെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ബിനോയ് വ്യക്തമാക്കി. നിർമ്മാണ സാങ്കേതിക മേഖലയിൽ 30 വർഷത്തിലേറെ പരിചയമുള്ളയാളാണ് ജീന ബിനോയ്. കമ്പനിക്ക് ഗ്ലോബൽ HR ഹെഡ് വൻ ബഗേരിയുടെ നേതൃത്വത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടായിട്ടുണ്ടെന്നും ജീന ബിനോയിയുടെ നിയമനത്തോടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ കമ്പനി എത്തുമെന്നും സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ വാറൻ ഹാരിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുറഞ്ഞ തുകയ്ക്ക് ക്ലൗഡ് സ്റ്റോറേജ് നൽകുന്ന പ്ലാനുമായി ഗൂഗിൾ വൺ ലൈറ്റ് പ്ലാൻ 30 GB വരെ സ്റ്റോറേജ് നൽകും. കുറഞ്ഞ തുകയ്ക്ക് ക്ലൗഡ് സ്റ്റോറേജ് നൽകുന്ന പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ. പുതിയ വൺ ലൈറ്റ് പ്ലാനിന് പ്രതിമാസം 59 രൂപയാണ് വില. മിക്ക ഗൂഗിൾ വൺ പ്ലാനുകൾക്കും സമാനമായി താൽപര്യമുള്ളവർക്കായി ഗൂഗിൾ 1 മാസത്തെ സൗജന്യ ട്രയൽ നൽകും.
ഗൂഗിൾ നൽകുന്ന സൗജന്യ 15 GB സ്റ്റോറേജ് തീർന്നാലും ക്ലൗഡിൽ ഫോട്ടോകളോ ഡോക്യുമെന്റുകളോ അപ്ലോഡ് ചെയ്യുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് പുതിയ പ്ലാൻ. ഈ പ്ലാൻ ലഭിക്കാത്ത അക്കൗണ്ടുകളിൽ 100 GB സ്റ്റോറേജ് സ്പേസുമായി വരുന്ന ബേസിക് പ്ലാനാണ് ഏറ്റവും വില കുറഞ്ഞത്. പുതിയ വില കുറഞ്ഞ പ്ലാൻ എല്ലാവർക്കും ലഭ്യമാക്കാൻ ഗൂഗിൾ ശ്രമങ്ങൾ നടത്തുന്നതായാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ധനകാര്യ സ്ഥാപനമായ ധനലക്ഷ്മി NCD പബ്ലിക് ഇഷ്യൂ തുടങ്ങുന്നു. 8 സംസ്ഥാനങ്ങളിലായി 350 ശാഖകളുള്ള കമ്പനിയാണ് ധനലക്ഷ്മി. 4 സ്റ്റേറ്റാണ്, പുതിയതായിട്ട് 4 സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. അതാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ. ഈ 4 സ്റ്റേറ്റുകളിലാണ് ഇന്ന് നമ്മൾ 100 ഈ ഒരു വർഷം കൊണ്ടാണ് അത് 350 റാങ്കിലേക്ക് വരുന്നത്. 250 റാങ്കിലാണ് ഈ ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെ എടുത്തു കഴിഞ്ഞാൽ ധനലക്ഷ്മി ഫാസ്റ്റ് ആയിട്ട് തുടങ്ങും. പിന്നെ ചുരുങ്ങിയപ്പോൾ നമ്മൾ തുടങ്ങി 4 വർഷമായിട്ടുള്ളൂ. 1991 തുടങ്ങിയ ഒരു ഇതാണ് ധനലക്ഷ്മി. ഇപ്പൊ ദൈവതി യോഗക്കാരാണ് 2020 എനിക്ക് എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും ഈ ഒരു ധനലക്ഷ്മി എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ 4 വർഷത്തെ ഉള്ള ആ ഒരു പുതിയ മാനേജ്മെന്റിന്റെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അതിലെ ജീവനക്കാരുടെ അവരുടെ കൂട്ടായ പ്രവർത്തനവും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ഇതാണ് ധനലക്ഷ്മിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ 4 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ 2 വർഷമായിട്ട് പ്രോഫിറ്റ് ആവുന്നത്. ഈ 3ാമത്തെ വർഷവും നമ്മൾ പ്രോഫിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. 2027 നമ്മൾ ലിസ്റ്റിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു 7 വർഷം കൊണ്ട് ലിസ്റ്റിംഗിലേക്കുള്ള ഒരു ഇതിലാണ് സ്വന്തം കമ്പനി, അതായത് ലിസ്റ്റഡ് കമ്പനി ഇല്ലാത്ത നിലവിലുള്ള നമ്മുടെ ഈ ധനലക്ഷ്മി എന്ന് പറയുന്ന ലിസ്റ്റിംഗിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നു.